എല്ലാവർക്കും നമസ്കാരം. താലിബാൻ നമുക്ക് കൊണ്ടു തന്നിരിക്കുന്ന ഒരു തെളിവ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലൈവ്. ഈ ലൈവ് തുടങ്ങുന്ന സമയത്ത് തൊട്ട് മുന്നേ നിങ്ങൾ 2 സ്ലൈഡ്സ് കണ്ടു കാണും. ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് 2 പരിപാടികളുടെയാണ്. ഒന്ന് നാളെ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നാസ്തികത വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പേരിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നടക്കുന്നത് അങ്ങ് തിരൂര് നമ്മളുടെ സംവാദം നടന്ന അതേ വേദിയിൽ എന്നെ തേച്ചൊട്ടിച്ച ആ സംവാദത്തിന് ശേഷം ഞാൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും അതിൻ്റെ ബാക്കി പത്രം എന്നോണം വിശ്വാസികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തുടർ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോഴും അവർക്ക് ഉത്തരങ്ങൾ പറഞ്ഞ് മതിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ആശയ സംവാദം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാസ്തികത വിചാരണ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. അതിൽ പങ്കെടുക്കുന്നത് മുഴുവൻ വിശ്വാസികൾ തന്നെയാണ്, നല്ല അസല കാക്കാമാരാണ്. ഇതിലെങ്ങനെയാണ് നാസ്തികത വിചാരണ ചെയ്യപ്പെടുന്നതെന്ന് അറിയില്ല. ആശയ സംവാദം എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ തന്നെ ടീമായിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും പരിപാടി നല്ല വിജയമാക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഇങ്ങനെ തന്നെയാണ് ഈ സംഗതിയുടെ ഒക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മളൊക്കെ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇസ്ലാം മതം വിടുന്നതിനും ഇതിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ ഉള്ള കാരണം ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് വീണ്ടും ഇവിടെ തെളിയുകയാണ്. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മളുടെ ഒരു വിഷയം. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ഇതുപോലെ കഷ്ടപ്പെട്ട് മുല്ലാക്കന്മാർ റോട്ടിൽ പൊരി വെയിലത്ത് ഇറങ്ങി നിന്ന് ഇസ്ലാമിനെ വെളുപ്പിക്കേണ്ടി വരുന്ന ഗതികേട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് അതിന് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കുക. ആ കരച്ചിൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇത് കണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പരിപാടി അവിടെ വിജയിപ്പിക്കുക. ഇത് നമ്മൾ വിജയിപ്പിച്ചിരുന്നു. ഈ പരിപാടിയിൽ നമ്മളുടെ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പങ്കെടുക്കുകയും അവിടെ നടന്ന സംഗതികളൊക്കെ നമുക്ക് സന്ദേശമായിട്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾ വിജയിച്ചു എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അവിടെയൊക്കെ പങ്കെടുക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഈ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിനെയൊക്കെ പറയാനുള്ളത്? നിങ്ങൾ ഏത് പുതിയ രീതിയിലാണ്, ഏത് പുതിയ പുട്ടിയാണ് നിങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ മുനാഫിക്കുകളായിട്ട് കടന്നുകൂടിയിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്ന് ആദ്യമേ ഒന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. മദ്രസയിൽ നടക്കുന്ന പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഴുവൻ യമുക്കളാണ്, അവരാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നതെന്നാണ് നിങ്ങൾ പറയാറുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നമ്മൾ പറയാൻ പോകുന്നത് മദ്രസകൾ നമുക്ക് പൂട്ടണം. അങ്ങനെ കുറച്ച് യമുക്കൾക്ക് ഇതുപോലെ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള ഒരു വേദി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. മദ്രസ നമ്മൾ പൂട്ടണം എന്നുള്ള വാദമാണ് ഇനി നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒന്ന്. 2, ഇതുപോലെ എമുക്കളുടെ കയ്യിൽ നിന്ന് വേണോ ഒരു മതം പഠിക്കേണ്ട ഗതികേട് നമ്മുടെ ഉമ്മത്തിന് എന്നുള്ള ചോദ്യം അവിടെ രണ്ടാമത് വരുന്നുണ്ട്. ഏതായാലും മദ്രസ പൂട്ടുന്നതായതുകൊണ്ട് നമുക്ക് ഏതായാലും രണ്ടാമത്തെ ചോദ്യം എടുക്കണ്ട. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇതിനോടകം ഒരുപാട് കരച്ചിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല തോതിലുള്ള പരിപാടികൾ അതേ വേദിയിൽ എല്ലാം നടക്കുന്നത് ഇതേ ടൗൺ ഹാളിൽ. വാഗൺ ട്രാജഡി, ഇതുപോലെ ഒരു ട്രാജഡി ആവുമെന്ന് നമ്മളൊന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. ആശയ സംവാദം, അതുപോലെ മതനിഷേധികൾക്ക് മറുപടി, അതും വാഗൺ ട്രാജഡിയിൽ. അതുപോലെ മതമല്ല മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അതും വാഗൺ ട്രാജഡിയിൽ തന്നെ. വീണ്ടും ദൈവം വെറും സങ്കല്പമോ മതം മനുഷ്യ സൃഷ്ടിയോ എന്നുള്ളത് വേറെ. അങ്ങനെ പല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ നടക്കുന്നത് കണ്ടു. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഒരു ദൈവികമായ ഒരു സംഗതിയാണോ അതോ ഒരു ബലാത്സംഗ കൃതിയാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം. ഏതായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. താലിബാനാണ് നമ്മളുടെ വിഷയം. നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, താലിബാനാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന സംഗതിയെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ താലിബാനെയോ അതല്ലെങ്കിൽ ഐസിസിനെയോ അതല്ലെങ്കിൽ അൽ ഖൈദയെയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഭീകര സംഘടനകൾ, ഹമാസ് പോലെയൊക്കെയുള്ള ഭീകര സംഘടനകൾ ഒക്കെ എടുത്തു വെക്കും. അതല്ലെങ്കിൽ സമസ്ത പോലെയുള്ള കേരള താലിബാൻ എടുത്തു വെക്കുമ്പോൾ, അതും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള ചില വർഗീയ പാർട്ടികളുടെ ചില രീതികൾ നമ്മൾ മുന്നോട്ടൊക്കെ എടുത്തു വെക്കുമ്പോൾ അതൊന്നും ഇസ്ലാമല്ല, അത് ഇസ്ലാമായിട്ട് പുലബന്ധമില്ല എന്നൊക്കെ പറയുന്ന ചില വാദം നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞ് നമ്മൾ വളരെയധികം കഷ്ടപ്പെടാറുണ്ട്. കാരണം ഇത് എളുപ്പമല്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മതം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വിശ്വാസികളെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ എപ്പോഴും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടാറുണ്ട്. ആ സമയത്ത് ആണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു വാർത്ത അഫ്ഗാനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. താലിബാൻ കൺട്രോൾ അഫ്ഗാനിസ്ഥാൻ ബാൻസ് വിമൻ ഫ്രം സീയിങ് മെയിൽ ഡോക്ടേഴ്സ്. ഇതാണ് ഒരു വാർത്ത.
ഇത് കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വിമർശിക്കും. ഒരുപാട് ആളുകൾ ഇതിനെ വിമർശിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം നേരിടുന്ന ഒരു വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് സംഘികൾക്ക് വളം വെക്കുന്നു, സംഘികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത പറയുന്ന ആളുകളെയും സംഘികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. സംഘികൾ എന്തെങ്കിലും പ്രശ്നം നടത്തിയാൽ അതുമാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇവിടെ ഇസ്ലാമും ഇസ്ലാമിന്റെ വക്താക്കളും ഇസ്ലാമിസവും ഒക്കെ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ എവിടെയും ചർച്ചയാക്കാൻ പാടില്ല എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു വിഷയം. ഇത് സംബന്ധിച്ച് മറ്റൊരു വിഷയം നമുക്ക് പറയാനുണ്ട്. മോഹൻ ഭഗവത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. അത് വേറൊരു വീഡിയോ ചെയ്യാം. അതുപോലെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. സമയക്കുറവാണ് നമ്മളുടെ പ്രശ്നം. ഇതാണ് നമ്മളുടെ ഒരു അവസ്ഥ എന്ന് നമ്മൾ വിശ്വാസികൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് തരിക ഒരു ദിവസമൊക്കെ. ഇതിങ്ങനെ പലതും തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് താലിബാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി മുതൽ സ്ത്രീകൾ പുരുഷന്മാരായിട്ടുള്ള ആളുകളെ, ഡോക്ടർമാരെ കാണുന്നത് അവിടെ വിലക്കിയിരിക്കുന്നു. അത് പാടില്ല എന്ന് പറയുന്നു. കാരണം അത് ഇസ്ലാമിക നിയമമാണ് എന്ന് ആണ് താലിബാൻ പറയുന്നത്. ശരി, അപ്പോൾ നമ്മളിത് പറയുമ്പോൾ സാധാരണ വിശ്വാസികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ഹൈത്തമ്മിയുടെയൊക്കെ പ്രസംഗവും അല്ലെങ്കിൽ എന്നെ തേച്ചൊട്ടിച്ചതൊക്കെ കേട്ട് ഇങ്ങനെ ധൃതങ്ക പുളകിതരായിട്ട് നടക്കുന്ന സമയത്ത് അതാണ് യഥാർത്ഥ ഇസ്ലാം, എല്ലാ മതത്തിലും നന്മയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ട് നിങ്ങളിങ്ങനെ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ള ആശയമൊക്കെ പേറിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ആണ് ഇസ്ലാമിൻ്റെ ഇതുപോലുള്ള യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾ മൂത്രിക്കുന്ന പോലെ ഇങ്ങനെ കുറേശ്ശായിട്ട് വരുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാലങ്ങളായിട്ട് കാണുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മതം വിടുന്നതും. ഇതൊക്കെയാണോ ഇസ്ലാമിനകത്ത് ഉള്ളത് എന്ന ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വിശ്വാസികൾ ഇതിനെ തള്ളും. ആ തള്ളുന്ന സമയത്ത് ആണ് നമുക്ക് ഇത് ഇസ്ലാമിൻ്റെതാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരാറുള്ളത്. സാധാരണ നമുക്കറിയാം, ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ ആ പ്രശ്നം എടുക്കുന്നു, എന്നിട്ട് അതിനെ വിമർശിക്കാനോ അതല്ലെങ്കിൽ സ്ഥാപിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നമ്മൾ കൊണ്ടുവരണം. എന്നാൽ ഇവിടെ നമുക്ക് പണി എളുപ്പമായിരുന്നു. കാരണം ഇതല്ലായിരുന്നു ഇവിടെ നടന്നത്. ഇവിടെ ആദ്യം തെളിവാണ് നമുക്ക് കിട്ടുന്നത്, എന്നിട്ടാണ് പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ. ആ തെളിവ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കിട്ടിയ ആ തെളിവ് അത് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതിനു മുന്നേ ഇവിടെ മറ്റൊരു തമാശ എന്ന് പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ മറ്റൊരു വാർത്ത അത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിലക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ വാർത്തയും തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വേണം നമ്മളിത് കാണാൻ. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരായിട്ടുള്ള ഡോക്ടർമാരെ കാണാൻ പാടില്ല, ഇതാണ് നിയമം. ഓക്കെ, ഇതേ സമയം ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് സ്ത്രീകൾക്ക് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, സ്ത്രീകൾ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാതെ എങ്ങനെയാണ് ഡോക്ടർ ആവുക? അങ്ങനെ ഡോക്ടർമാരില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരാരെയാണ് കാണുക? ഈ ചോദ്യം അവിടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, സ്ത്രീകൾ അസുഖം വന്ന് ചത്തുപോവുക, വേറെ വഴിയൊന്നുമില്ല. പുരുഷന്മാരായിട്ടുള്ള ഡോക്ടർമാരെ കണ്ട അവിടെ പോയിട്ട് നമ്മളുടെ പടച്ചോൻ വെടിവെച്ച് കൊല്ലും. ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ താലിബാൻകാർ വെടിവെച്ച്, ഏതായാലും വെടിവെച്ച് കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്താ വഴി? അസുഖം ബാധിച്ച് മരിക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ അങ്ങനെ ചോര പേടിയോ ഉള്ള ആളുകൾക്കൊക്കെ വളരെ എളുപ്പം മരിക്കാവുന്ന ഒരു സംവിധാനം കൂടിയായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്കിതൊക്കെ പറയുമ്പോൾ ഇത് തമാശയായിട്ടൊക്കെ പറയേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ ഇതുപോലെ പറയേണ്ടി വരുന്നത്, പരിഹസിക്കേണ്ടി വരുന്നത്, ഇതുപോലെ ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിനകത്ത് നിന്ന് കുറേശ്ശായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാതെ വേറെ നിവൃത്തിയില്ല. ഇതിനെ പറയുന്ന ആളുകളെ, ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഈ സംഘിച്ചാപ്പ് അടിച്ചുകൊണ്ടൊക്കെ ഒതുക്കാമെന്നും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒതുക്കാമെന്നൊക്കെ നിങ്ങൾ വ്യാമോഹിക്കുന്നത്, അതൊന്നും ഇനി നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസികളോട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ സ്ത്രീകളെ പഠിക്കാനും വിടില്ല, എന്നാൽ സ്ത്രീകൾക്ക് മാന്യമായ ചികിത്സ ഏതെങ്കിലും ഒരു ഡോക്ടർ വഴി, ഒരു പുരുഷനായിട്ടുള്ള ഡോക്ടർ വഴി കിട്ടിയാലോ അതും അവിടെ സാധിക്കില്ല എന്ന് വരുമ്പോൾ സ്ത്രീകൾ ഇനി മരിച്ചു വീഴാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത്. എന്തുമാത്രം ഗുരുതരമായ അവസ്ഥയാണ്. ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ സമാധാനം വഴിഞ്ഞൊഴുകും എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം ഇന്നാ പിടിച്ചോ ശരിയാ ഭരണം എന്നൊക്കെ പറഞ്ഞ് കൈവച്ചു കൊടുക്കുമ്പോൾ ആളുകൾ ജീവനും കൊണ്ട് ഓടിയതാണ് നമ്മൾ കണ്ടത്. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയിലെ കഥ മാത്രമൊന്നുമല്ല. നമ്മൾ ഇതിനു മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, 6ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിക്കൊള്ളണം പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു വാർത്ത കുറെ മുന്നേ വന്നതാണ്. അത് സംബന്ധിച്ച് 6 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 6ാം നൂറ്റാണ്ട്, 6ാം വയസ്സ്, 6ാം ക്ലാസ്, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാം ഇല്ല. ഈ 3 6 കടന്ന് കറങ്ങുന്ന സാധനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചിട്ട് ഏതാണ്ട് 1 വർഷം താലിബാൻ വന്ന സമയത്ത് മുതൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, 1 വർഷത്തിന് മേലെ.
അപ്പോൾ ഇതാണ് താലിബാൻ അവിടെ ചെയ്തു കൂട്ടുന്നത്. അത് ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ എന്താ തെളിവ് എന്നുള്ളത് ഞാൻ പറയാം. അതാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ നമ്മൾ പറയുന്ന ഈ ഇസ്ലാമിൻ്റെതായിട്ടുള്ള മേന്മ